വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ 6ാം ദിവസമായി ഇന്നും തെരച്ചിൽ ഊർജിതമായി തുടരും. ഇന്ന് തെരച്ചിൽ നടത്താൻ ശക്തിയേറിയ റഡാറുകളുടെ സഹായവും ഉണ്ടാകും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ ഇന്ന് റഡാറുകൾ എത്തിക്കും. അത്യാധുനിക റഡാർ സംവിധാനം ഉപയോഗിച്ച് ജീവന്റെ ലക്ഷണങ്ങളും മനുഷ്യ സാന്നിധ്യവും തിരിച്ചറിയാനാണ് ശ്രമം. അതിനിടെ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ സേവനം ചെയ്യാനെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ഇന്നു മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ചൂരൽമലയിൽ നിന്നും പ്രശാന്തും, പുഞ്ചിരിമട്ടത്തു നിന്നും ഹരീഷും, മേപ്പാടിയിൽ ക്യാമ്പിൽ നിന്നും വിക്ടർ ജോസഫും ചേരും. ആദ്യം കെ പ്രശാന്തിലേക്ക് പോവുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പ്രശാന്ത് ചൂരൽമലയിൽ നിന്നുമാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലത്തെ സാഹചര്യം? ഇന്നത്തെ തെരച്ചിൽ അത് ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ന് എന്തൊക്കെ കരുതലോടുകൂടിയാണ് ഈ രക്ഷാദൗത്യം തുടരുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിലേക്ക് നമുക്കറിയാം, ഇവിടെ നിന്നാണ് ബെയിലിപ്പാലം നിർമ്മിച്ച ഈ രക്ഷാപ്രവർത്തന തുടക്കം ഉണ്ടായത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കൂടുതൽ വിഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ ഇറക്കിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാവുന്നത് ഇവരെ എല്ലാ തരത്തിലുള്ള പരിശോധനകൾക്കും ഒപ്പം തന്നെ കൃത്യമായി എണ്ണമെടുത്ത് മാത്രമാണ് ഇപ്പോൾ കയറ്റിവിടുന്നത്. ഇതിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ആദ്യം ആർമിയുടെയും ഒപ്പം തന്നെ NDRFിൻ്റെ ഒരു സംഘം, അവർക്കൊപ്പം ഒരു സന്നദ്ധ പ്രവർത്തകരുടെ സംഘം, അതിനുശേഷം അടുത്ത സംഘം, അങ്ങനെ ഒരു ആർമിയുടെ സംഘത്തിനൊപ്പം ഒരു സന്നദ്ധ പ്രവർത്തനം, മുഴുവനായി സന്നദ്ധ പ്രവർത്തകർ ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്ന രീതി അല്ല ഇപ്പോൾ ക്രമീകരിച്ചത്. കാരണം തിരച്ചിലിനെ കുറെ കൂടി സുഗമമാക്കുക എന്ന തരത്തിലേക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ തീരുമാനിച്ചിരുന്ന 6 സ്ഥലങ്ങളിൽ തന്നെ, അതായത് ഇന്നലെ തിരച്ചിൽ നടത്തിയ 6 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച്, ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നും ആ തിരച്ചിൽ. 6 സോണുകളിൽ തന്നെ പരിശോധന ഉണ്ടാവും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇന്നത്തെ തിരച്ചിൽ ഉദ്ദേശിക്കുന്ന 2 തരത്തിലാണ്. ഒന്ന്, റഡാർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ കാര്യം മറ്റൊന്ന്, ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മൺകൂനകൾ പല സ്ഥലങ്ങളിലായി, ഇതിന് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്, മൺകൂനകൾ പല സ്ഥലങ്ങളിലായി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ മൺകൂനകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്താനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പരിശോധന വളരെ ശക്തമാക്കും എന്നുള്ളതാണ് നേരത്തെ ഇതിനു മുമ്പ് നമ്മളോട് സംസാരിച്ച കേണലടക്കമുള്ളവരെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ എത്തിത്തുടങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ തിരച്ചിലിൻ്റെ തുടക്കം ആവുകയുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നലെ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി ID കാർഡ് അടക്കം സംവിധാനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ആളുകളെ കയറ്റിവിടുകയുള്ളൂ. പലപ്പോഴായി പല സ്ഥലത്തുനിന്നും ഇത്തരത്തിൽ ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്, പല സ്ഥലത്തുനിന്നും ID കാർഡോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്തിലുള്ള ഡ്രസ്സോ മറ്റു സംവിധാനങ്ങളൊക്കെ ആയിട്ട് നിരവധി ആളുകൾ എത്തുകയാണ്. അവർ ഈ സൗകര്യമായി അങ്ങ് കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനി അനുവദിക്കാനാവില്ല. അത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനത്തെയും ഈ തിരച്ചിലിനെ അടക്കം സാരതന്നെ ബാധിക്കുന്നുണ്ട്. ഇനി ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കർശന നടപടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആർമിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. കൃത്യമായ നിർദ്ദേശം അവർ നൽകുന്നുണ്ട്. അത് എല്ലാ വിഭാഗം സംവിധാനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ചില ഘട്ടങ്ങളിൽ ചില ആളുകൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി നിർദ്ദേശം നൽകുന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ നടത്തുന്നത്. അങ്ങനെയല്ല, മുഴുവൻ ആളുകൾക്കും ആർമിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാനാകുകയുള്ളൂ. ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് ആർമി തന്നെയാണ്. അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായി ഉണ്ടാവുക. ഇന്നിപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രധാനമായും ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പുഴ ഒഴുകി, അതായത് നല്ല ഒഴുക്കുണ്ട്. ഇന്നലെ ആദ്യം നമ്മൾ വന്ന ദിവസത്തെ പോലെയല്ല, ശക്തമായ ഒഴുക്കിപ്പോൾ താഴേക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ മൺകൂനകളിലെ ഇടയിലേക്ക് ആളുകൾ കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ ആ പ്രദേശങ്ങൾ കൂടുതലായി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ലക്ഷ്യമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ അടക്കം കൊണ്ടുവന്നിരുന്നു. 2 ദിവസമായി അത് ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. പക്ഷേ അതിൽ പ്രധാനമായും ജീവൻ്റെ അംശമുണ്ടെങ്കിൽ മാത്രമാണ് ആ റഡാർ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് റഡാറുകൾ, പ്രത്യേകിച്ച് പുതിയ, അതായത് ആർമിയുടെ റഡാർ ഇന്ന് എത്തിക്കും. ആ ആർമിയുടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് കൂടുതലായി നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ക്രമീകരണമെല്ലാം തന്നെ ഇപ്പോഴത്തെ നടക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നന്ദു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സംഭവസ്ഥലത്തെത്തി ദുരന്തഭൂമി സന്ദർശിക്കുക, അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ദുരന്ത മേഖല സന്ദർശനത്തിനായി എത്തുന്നുണ്ടല്ലോ. അത് എപ്പോഴത്തേക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്രമീകരണങ്ങൾ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി.
നദു അതിൽ കൂടുതൽ വ്യക്തത പറയേണ്ടതുണ്ട്. എങ്കിലും നമുക്ക് ഇന്നലെ വൈകി ലഭിച്ച വിവരമനുസരിച്ചാണെങ്കിൽ 6:30 സുരേഷ് ഗോപി കോഴിക്കോട് നിന്ന് പുറപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും അങ്ങനെ എത്തിയാൽ പോലും ഒരു 8 മണിയോടുകൂടി സുരേഷ് ഗോപി ഈ ചൂരൽമലയിലേക്ക് എത്തും. അദ്ദേഹം പുഞ്ചിരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാം സംസ്ഥാനത്ത് നിന്നുള്ള ജയിച്ചുപോയ BJPയുടെ MPയും കേന്ദ്രമന്ത്രിയും ഒക്കെയാണ്. അതുകൊണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അത്തരം BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ എത്തുകയും ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടുത്തെ പുനരധിവാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് കുറെ കൂടി ഗുണകരമാകുന്ന ഒരു സന്ദർശനമാകും സുരേഷ് ഗോപിയുടേതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ നേരത്തെ നമുക്കറിയാം, പരിസ്ഥിതി അനുകൂല നിലപാടുകൾ എടുക്കുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട്. നിലവിൽ അദ്ദേഹം ഇവ സന്ദർശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളായിരിക്കും പ്രധാനമായും കേന്ദ്ര സർക്കാരിനേക്ക് കൂടുതലായി മുന്നോട്ട് എത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ ഇന്നത്തെ സന്ദർശനത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്നത്, അതായത് എല്ലാ സ്ഥലത്തേക്കും എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലവും സന്ദർശിച്ച് ഇവിടുത്തെ നിലവിലെ സാഹചര്യം, രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഈ തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഈ തിരച്ചിൽ ഏതെങ്കിലും അടിസ്ഥാനപരമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ, അക്കാര്യങ്ങൾ എന്തൊക്കെ നടപടി സ്വീകരിക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഏകോപനം ഏത് രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കും. അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പരിസ്ഥിതി ലോല മേഖലകൾ ഉൾപ്പെടുന്നതാണ്. വയനാട് ബഫർ സോണുകളുണ്ട്. സ്വാഭാവികമായും ആ മേഖലകളിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അക്കാര്യങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലുള്ള ഇടപെടലുകളും സമാനമായ രീതിയിൽ തന്നെയാണ്. പ്രകൃതി സംരക്ഷണത്തിനും അത്തരം നിലപാടുകൾക്ക് ഊന്നൽ നൽകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തേണ്ടത്, ഇനി എന്ത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ പരിശോധനകളും നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ശരി പ്രശാന്ത്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ചൂരൽ മഴയിൽ രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയാണോ നിലവിലത്തെ ഒരു സാഹചര്യം? അതോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുരൽമലയിൽ മഴയില്ല. മുകളിലേക്ക് മഴ നിലവിലുള്ളതായ സാഹചര്യമില്ല. അന്തരീക്ഷം തെളിഞ്ഞു വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാവുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 2 ദിവസം മഴ പെയ്തതുകൊണ്ട് തന്നെ ഈ കുന്നുകളായി നിന്ന മണ്ണുകൾ കുറെയെങ്കിലും ഒലിച്ച് വന്നിട്ടുണ്ടാകാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ആ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഇതിനു മുമ്പ് നമ്മളോട് സംസാരിച്ച രാഹുൽ അടക്കമുള്ള പ്രധാനപ്പെട്ട കേണൽ രാഹുൽ അടക്കമുള്ളവർ നമ്മൾ ഇപ്പോൾ ഇന്നും സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത് ഇനി അതായത് ഇന്നലെ തുടങ്ങിയ അതേ തിരച്ചിലിൻ്റെ രീതിയിൽ തന്നെയായിരിക്കും തിരച്ചിൽ നടത്തുക. പക്ഷേ ഈ പ്രധാനമായും ഇന്ന് കേന്ദ്രീകരിക്കുന്നത് ഈ പുഴയുടെ സൈഡിലായി മൺകൂനകൾ ധാരാളമായി നിൽക്കുന്നുണ്ട്. ആ മൺകൂനകൾ കേന്ദ്രീകരിച്ച് തിരച്ചിലുകൾ നടത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിരവധി പ്രത്യേക രീതിയിലൊക്കെ തന്നെ സജ്ജീകരിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളായിരിക്കും പ്രധാനമായി നടക്കുക. ഏതായാലും അന്തരീക്ഷം ഈ ഘട്ടത്തിൽ അനുകൂലമാണ്. ഈ മഴ നേരത്തെ നല്ല രീതിയിൽ പെയ്തിരുന്നു. ആ മഴ പെയ്തത് കൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ മൺകൂനകൾ, അതായത് ഇന്നലെ പകലൊക്കെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് മണ്ണ് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ പെയ്തോടെ അത് കുതിർത്തിട്ടുണ്ടാവും. സ്വാഭാവികമായും ശരി പ്രശാന്ത്, എന്തായാലും വ്യക്തമാണ്. ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് ആയിരുന്നു. ഇന്ന് വിക്ടർ ജോസഫിലേക്ക് പോവുകയാണ്. വിക്ടർ മേപ്പാടി ക്യാമ്പിൽ നിന്നാണ് ചേരുന്നത്. വിക്ടർ, മേപ്പാടി ക്യാമ്പിൽ നിന്നും എന്ത് വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്? ഒപ്പം മേപ്പാടിയിൽ നിന്ന് തന്നെ ഈ തിരിച്ചറിയാത്ത 67ഓളം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇന്നുണ്ടാകാനൊരു സാധ്യതയുണ്ട്. എന്താണ് ക്യാമ്പിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ? നന്ദു, തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ വയനാട് ദുരന്തത്തിൽ ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ക്യാമ്പ് നടക്കുന്നത് മേപ്പാടിയിലാണ്. മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഏറ്റവും അധികം ആളുകൾ ഉള്ളതും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ഫ്രീസറുകൾ ഉള്ളതും മേപ്പാടിയിൽ തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കിട്ടിയ മൃതദേഹമൊക്കെ ഒരിക്കലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ദൃശ്യങ്ങളിൽ നമ്മൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് സ്പോട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റാത്തിടത്തോളം നിരവധി മൃതദേഹങ്ങളാണ് ഇനി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ലഭിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇത് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ അത്രയും മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം തിരിച്ചറിയാൻ വയ്യാത്ത മൃതദേഹങ്ങൾ വീണ്ടും വച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടം എടുത്തിരിക്കുന്ന തീരുമാനം, ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ക്യാമ്പുകളിലുള്ളവരെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ, ക്യാമ്പുകളിലുള്ളവർക്ക് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, ബന്ധുക്കൾക്ക് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ DNA ടെസ്റ്റിൻ്റെ ഫലം വരുന്നിടം വരെ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും. ബാക്കി അനാഥമായി അല്ലെങ്കിൽ തിരിച്ചറിയാൻ വയ്യാത്ത മൃതദേഹങ്ങളെല്ലാം തന്നെ
ഇന്ന് സംസ്കരിക്കാനുള്ള നടപടിയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ തിരിച്ചറിയാൻ വയ്യാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. അത് ഇന്നും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പ് അത് നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മുതൽ ക്യാമ്പുകളിലേക്ക് ഒരു പരിധിയിൽ വിട്ട് കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിരുന്നു. കാരണം കാണാൻ വരുന്നവരും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. ഇത്രയേറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒരുപക്ഷെ പകർച്ചവ്യാധിക്ക് കാരണമാകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമുണ്ട്. പ്രചരണം മാത്രമല്ല, അതിനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സംഘം, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് ചൂരൽമലയിലടക്കം അതോടൊപ്പം തന്നെ PHSC മേപ്പാടി PHSCയിലും ഈ എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്ന് നൽകുന്നുണ്ട്. മാത്രമല്ല മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ നിരവധി ആളുകൾ വരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതേസമയം തന്നെ നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർക്ക് തങ്ങളുടെ ഉറ്റവരെ കാണാൻ സാധിക്കാതെ അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഒരു കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം 6 പേരെ ഒരു സ്ലാബിൻ്റെ അടിയിൽ നിന്ന്, ഒരു വീടിൻ്റെ സ്ലാബിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ മൊത്തം 8 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 8 പേരും പോയി. പക്ഷേ അതിനപ്പുറത്തേക്ക് 1-2 പേര് മാത്രം ജീവിച്ചിരിക്കുകയും ബാക്കിയുള്ളവരെ കാണാതാവുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് ഈ ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് ഒരുക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിലേക്ക് ആളെ കയറ്റണ്ട എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പകർച്ചവ്യാധികൾ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇന്ന് സുരേഷ് ഗോപി വരുന്നുണ്ട്. സുരേഷ് ഗോപി വരുമ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നുള്ളത്. ആദ്യം അദ്ദേഹം പോവുക ചൂരൽമല, അതോടൊപ്പം തന്നെ അങ്ങ് മടിക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായിരിക്കും. അതിനുശേഷമായിരിക്കും തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും മേപ്പാടിയിലെത്തുക.